ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജോ. നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെയും എൻ്റെ ഷെയർ വഴി ഒത്തിരി ആളുകൾ ജോബ് കിട്ടാനുള്ള സാധ്യതകൾ നമ്മൾ കൂടുതലാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നത് എൻ്റെ ഇവിടുത്തെ UAE എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മുടെ ഇവിടെ വരുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, അതേപോലെ എന്നെ നേരിട്ട് അറിയിക്കുന്നത്, അവരെ നേരിട്ട് അറിയിക്കുന്നത്, ഇങ്ങനെയുള്ള ജോബ് വേക്കൻസികളെല്ലാമാണ് നമ്മൾ നമ്മുടെ ചാനൽ വഴി അറിയിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നും പതിവ് പോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ഒത്തിരി ജോബ് വേക്കൻസികൾ ഇട്ടിട്ടുണ്ട്. അതിൽ കൊടുത്തിട്ടുള്ള നമ്പറുകളിൽ അല്ലെങ്കിൽ മെയിൽ ഐഡികളിൽ നിങ്ങളുടെ CV മെയിൽ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ CV സെൻഡ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഏത് ജോലിയിലാണോ എക്സ്പീരിയൻസ് ഉള്ളത് ആ ജോലിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ CV തയ്യാറാക്കിയ ശേഷം നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോഴേ നമുക്ക് കൂടുതലായിട്ട് ജോബ് കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ടാകുള്ളൂ. അതല്ല, നമുക്ക് അറിയാത്ത ജോബുകൾക്കൊക്കെ സെൻഡ് ചെയ്ത് കൊടുത്താൽ അതുവഴി നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ആരൊക്കെയാണോ ജോബിൽ പ്രാവീണ്യമുള്ളത് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളത് അവർക്കും ജോബ് കിട്ടാനുള്ള സാധ്യതകൾ കുറവായിരിക്കും. കാരണം കൂടുതലും വരുന്നത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളുടെ CVകളാണെങ്കിൽ മറ്റുള്ള CVകൾ ചിലപ്പോൾ അവർക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അതുവഴി മറ്റുള്ളവരുടെ ജോബ് കിട്ടാനുള്ള ചാൻസുകൾ കുറയുകയാണ് ചെയ്യുക. അപ്പോൾ ആരും അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. അതേപോലെ തന്നെ UAE വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് ജോബ് അന്വേഷിക്കുന്ന ആളുകൾക്കൊക്കെ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ജോബ് വേക്കൻസികളാണ് നമ്മുടെ ഉള്ളത്. ഞാൻ നമ്മുടെ വീഡിയോയിൽ, അതായത് നമ്മുടെ ചാനലിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ പറഞ്ഞിരുന്നത്, ഇടയ്ക്കൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ എൻ്റെ മാത്രമല്ല, നിങ്ങൾ എല്ലാ ജോബ് വേക്കൻസികൾ അറിയിക്കുന്ന ചാനലുകൾ നിങ്ങൾ പോയി നോക്കണം. അതായത് UAE ജോബ് വേക്കൻസികൾ അല്ലെങ്കിൽ മറ്റ് ഗൾഫിലെ ജോബ് വേക്കൻസികൾ അറിയുന്ന ചാനലുകളൊക്കെ നിങ്ങൾ പോയി നോക്കണം. ഞാൻ ഈ ചാനൽ തുടങ്ങിയതെന്ന് പറയാൻ നമ്മൾ റീച്ച് കിട്ടി, ഹൈപ്പ് കിട്ടി പോകാൻ വേണ്ടിയിട്ടല്ല. ആർക്കെങ്കിലുമൊക്കെ ഉപകാരമായിട്ടൊരു ജോബ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തന്നെയാണ് ഇനിയിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി മുന്നോട്ടും അങ്ങനെ തന്നെയായിരിക്കും. കാരണം നമ്മൾ ഒരു സന്തോഷ വർത്താനം ഒരു കാര്യം കൂടി ഉണ്ട്. അതായത് ഈ മാസം 14-ാം തീയതി തലഭാഗത്തിലേക്ക് ഒരുപാട് ആളുകൾ, ഏകദേശം 10-ൽ കൂടുതൽ ആളുകൾ ഒരുമിച്ച് വരുന്നുണ്ട്. അപ്പോൾ അത്രയും ആളുകൾക്ക് ജോബ് കൊടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ചാനൽ വഴി നമ്മൾ നിങ്ങളിലേക്ക് അറിയിക്കുന്നതാണ്. അതേപോലെ തന്നെ ഞാൻ ഈ പ്രത്യേകമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ഓർത്തിരിക്കണം. അതായത് CV നിങ്ങൾ തയ്യാറാക്കുന്നത് സാധാ സിമ്പിൾ CV ആണെങ്കിലും, അതല്ല നല്ല ക്വാളിഫിക്കേഷനൊക്കെ ഉള്ള ആൾക്കാർ അതിനനുസരിച്ചുള്ള CV ആണെങ്കിലും, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയതിന് ശേഷം, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അതാത് ജോബിൽ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതല്ല, നിങ്ങൾക്ക് കുറച്ച് ആദ്യമായിട്ട് എങ്ങനെയെങ്കിലും ഒരു ജോബിന് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് മറ്റ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ജോലിയിലേക്ക് നിങ്ങൾക്ക് മാറാൻ കഴിയും. ഏജ് ഒരു പ്രശ്നം തന്നെയാണ്. അതായത് 18 മുതൽ 60 വയസ്സ് വരെയുള്ള ആളുകൾക്കൂടെ വിസ അടിക്കും. പക്ഷേ ഏജ് കുറവുള്ള ആളുകൾക്കാണ് കൂടുതലും ഒരു മുൻഗണന ഉണ്ടാകുക. കാരണം എന്ന് പറയുന്നത്, നമ്മൾ ചെയ്യുന്ന എല്ലാ ജോലിയിലാണെങ്കിലും, നമ്മൾ ചിലപ്പോൾ കുറേ നേരം ഇരുന്നിട്ടുള്ള ജോബാണെങ്കിലും, അതല്ലാതെ നമ്മൾ നിന്നിട്ടുള്ള ജോബാണ്, എന്ത് ജോബാണെങ്കിലും കൂടുതലും പ്രായമുള്ളവരെ പരിഗണിക്കാറില്ല പൊതുവെ. പിന്നെ എക്സ്പീരിയൻസ്, അതൊരു പ്രധാന ഘടകമാണ്. GCC എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് കുറച്ച് മുൻഗണന ഉണ്ടാവും. ഇവിടെ വന്ന് ഇപ്പോൾ വിസിറ്റിംഗ് വിസയിൽ നിൽക്കുന്ന ആളുകൾ, ജോബ് അന്വേഷിക്കുന്നവരൊക്കെ മാക്സിമം നിങ്ങളുടെ ഡേറ്റ് കഴിയുന്നതിന് മുന്നേ എല്ലാ ജോബിനും തന്നെ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഒരു നല്ലൊരു ഇപ്പോൾ MBA കഴിഞ്ഞ ഒരാളായിരിക്കാം. MBA ജോബ് മാത്രം നിങ്ങൾ നോക്കരുത്. അതല്ലെങ്കിൽ എഞ്ചിനീയർ ആയിരിക്കാം, നിങ്ങൾ അത് മാത്രം നോക്കരുത്. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ GCC എക്സ്പീരിയൻസ് ഉണ്ടാവില്ല, UAE എക്സ്പീരിയൻസ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ നിങ്ങൾ കിട്ടുന്നൊരു ജോബ്, ഇപ്പോൾ ഒരു വെയിറ്റർ ജോബാണ് കിട്ടുന്നത്, അത് നിങ്ങൾ തുടർന്ന് അതിൽ നിങ്ങൾ നിൽക്കുക. 6 മാസം നമ്മളൊരു വിസയിൽ തുടർന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് 6 മാസം നമ്മൾ വിസയിൽ അതാത് ജോലിയിൽ തുടർന്ന് നമുക്ക് ഒരു ജോബ് അന്വേഷിക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് നമുക്ക് ജോബ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ UAE ഓട്ടോമാറ്റിക് ബാന് നമ്മളിൽ നിന്ന് ഒഴിവാകും. അത് ചിലപ്പോൾ ചില കമ്പനികളൊക്കെ വിസയുടെ പൈസ ആവശ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ അത് പേ ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് നല്ല സാലറി ഉള്ള നല്ല ജോബിലേക്ക് നിങ്ങൾക്ക് മാറാൻ കഴിയും. ഞാനിതെല്ലാം പറഞ്ഞു തരുന്നത് ഓരോ ഓപ്ഷനുകളാണ്. നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾ ഓരോ കുറുക്കു വഴികൾ എന്നൊക്കെ വേണം നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ചാൻസാണ്. ഇപ്പോൾ ഇവിടെ വരുന്ന നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ലേഡീസ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കുറച്ച് കുറവുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ പോലും അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെയാണ്. സൂപ്പർ മാർക്കറ്റ് ജോബുകളൊക്കെ പെട്ടെന്ന് കിട്ടും. അതേപോലെ വെയിറ്റർ ജോബൊക്കെ പെട്ടെന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ജോബിൽ നിങ്ങൾ കയറി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ജോബിനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ചെറുതായിട്ട് നിങ്ങൾ ആരും കണക്കാക്കരുത്. ആ 6 മാസം കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒത്തിരി ആളുകളുമായിട്ട് ബന്ധങ്ങളുണ്ടാവും. പല ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് ആടാകാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങളുടെ ജോലിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയും.
അപ്പോൾ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ മാക്സിമം അന്വേഷിക്കണം. അതേപോലെ പല ചാനലുകളും കാണണം. കണ്ടിട്ട് നിങ്ങൾ അതിനകത്തൊക്കെ നിങ്ങൾ വരുന്ന ജോബ് വേക്കൻസിക്കൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും. ഒരിക്കലും എന്നെ മാത്രം പ്രതീക്ഷിച്ചിരിക്കരുത്. കാരണം നമ്മൾ അറിയിക്കുന്നത് കൂടുതലും വിസ ഫ്രീ ജോബുകളാണ്, നമ്മളോട് സർവീസ് ചാർജുകളൊന്നും ഇല്ലാത്ത ജോബുകളാണ് എന്നറിയിച്ചതിന് ശേഷം അതേപോലെ വരുന്ന ജോബ് വേക്കൻസികളാണ് നമ്മൾ ഇടാറുള്ളത്. അപ്പോൾ അതേപോലുള്ള ജോബ് വേക്കൻസി അറിയിക്കുന്നതാണെങ്കിലും ഇനി പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് നിങ്ങൾ പോകാൻ അതിന് തയ്യാറുള്ള ആളുകളാണെങ്കിൽ അതേപോലുള്ളത് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. എൻ്റെ അറിവിലുള്ള ഏജൻസികളൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ ആരെയും ഏജൻസികൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യാറില്ല. കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഞാനതുകൊണ്ടാണ് ഏജൻറ്റിനാൽ നമുക്ക് ഒരാൾക്കും ഒരു കളിപ്പീര് പറ്റരുന്നുള്ള രീതിയിലാണ് നമ്മൾ സർവീസ് ചാർജ് ഇല്ലാത്ത ജോലികൾ മാത്രം നമ്മൾ തിരഞ്ഞു നോക്കിയിട്ട് നമ്മൾ ഇടാറുള്ളത്. ഇതിൽ തന്നെ നമ്മളെ കബളിപ്പിച്ച് പല സർവീസ് ചാർജ് മേടിക്കുന്ന ആളുകളുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് അതിന് ഞാൻ പ്രത്യേകമായിട്ട് നമ്മുടെ വീഡിയോ ലാസ്റ്റ് ഭാഗത്തായിട്ട് ഞാൻ എഴുതി വിടുന്നത് അതുകൊണ്ടാണ്. പണം ചോദിക്കുന്ന ജോബിന് നമ്മൾ പോകേണ്ടതില്ല. കാരണം നമ്മളെ അറിയിക്കുന്നത് ഫ്രീ സർവീസുകൾ എന്ന് തന്നെയാണ്. അപ്പോൾ ഏജൻസിമാരൊക്കെ ഉണ്ടാവും. കാരണം ഇവിടെ ഒരുപാട് നമ്മൾ ജോബ് അന്വേഷിച്ച് ഇറങ്ങുമ്പോഴാണ്, ജോബ് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്ക് ഏജൻസിമാരൊക്കെ നമ്മുടെ കൺമുന്നിൽ അവർ വരിക. അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അവരുടെ കോൺടാക്ട് നമ്പറൊക്കെ നമുക്ക് തരിക. അപ്പോൾ അങ്ങനെ തരുന്നതാണെങ്കിൽ നമുക്ക് എത്രത്തോളം വിശ്വസിച്ച് നമുക്ക് പോകാൻ പറ്റുന്നുള്ളതൊന്നും പറയാൻ കഴിയില്ല. കാരണം 1-2 പ്രാവശ്യം ചിലപ്പോൾ 1-2 സ്ഥാപനത്തിലൊക്കെ ചിലപ്പോൾ നമുക്ക് അവർ ജോലിയിലാക്കി തന്ന ശേഷം പിന്നീട് അവരൊരു റെസ്പോണ്ട് കാണാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണുള്ളത്. അങ്ങനെ 1-2 പേർക്ക് ഞാൻ തന്നെ ഇവിടെ ജോബ് ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. അതേപോലെ പൈസ കൊടുത്ത് നാട്ടിൽ നിന്ന് ഏജൻസി അങ്ങനെ വരുന്നവരുണ്ട്. അവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ ഇവിടെ ഉള്ളൊരു ഇതേപോലത്തെ തന്നെയാണ് കാര്യങ്ങൾ. പക്ഷേ ഇവിടെ ഉള്ളൊരു കുറച്ചും കൂടിയും, കാരണം നമ്മൾ അവരുടെ ഓഫീസുമാർ ഡയറക്റ്റ് ഡീലിംഗ് ആയതുകൊണ്ട് ചിലപ്പോൾ കുറച്ചും കൂടിയൊക്കെ അവർ സർവീസ് തരായിരിക്കും. കാരണം എനിക്കിതേപോലെ നേരിട്ട് യാതൊരു പരിചയങ്ങളും ഇല്ല. ഞാനിതേവരെ ഒരു ഏജൻസീൻ്റെ ഒരു ഇതിൽ വേണ്ടിയിട്ട് ഞാൻ ആർക്കും വേണ്ടി റെക്കമെൻഡ് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ അല്ലാതെ നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന ഒരു ഇൻഫർമേഷനാണ് ഇങ്ങനെ വിശദമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കാരണം ആരും എവിടെയും പോയിട്ടൊരു ചതിയിലും പെടാതെ നിങ്ങളുടെ പണമൊന്നും പോകാതെ നിങ്ങൾക്ക് എങ്ങനെയും ഒരു ജോലി കിട്ടട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ ചാനൽ വഴി നമ്മൾ ജോബ് വേക്കൻസികൾ അറിയിക്കാറുള്ളത്. അപ്പോൾ ഓക്കെ ബൈ, താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് വഴി ചോദിച്ചോളൂ. എൻ്റെ ഒഴിവ് പോലെ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. നമുക്ക് മാക്സിമം ഒത്തൊരുമിച്ച് എല്ലാവർക്കും ഒരേപോലെ മുന്നേറാം. അപ്പോൾ നിങ്ങൾ മാക്സിമം ചാനലിൽ പോയി കാണണം. കണ്ടിട്ട് നിങ്ങളതിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാകുള്ളൂ. ഓക്കെ ബൈ.